ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ സ്നാക്കായ മുട്ടപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ഞാനും കൂടിയിട്ട് ഉമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയുന്നത് മാത്രം, തയ്യാറാക്കി തരുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് മുട്ടപ്പത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒന്ന് അതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ പകുതി. എല്ലാം തയ്യാറാക്കുന്നത് ഉമ്മയാണ്, ഞാൻ ജസ്റ്റ് ഓഡിയോ കൊടുക്കുന്നത് മാത്രം. ഒരു മുട്ട പൊട്ടിച്ച് അത് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തതാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഇതും ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ RKG, അതും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിലാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ റെസിപ്പി ശരിക്കും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ കഴിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഉമ്മ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഉമ്മാമ്മൻ്റെ റെസിപ്പിയാണ്, ഉമ്മാമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നോമ്പ് കാലത്തൊക്കെ നോമ്പ് തുറ വിഭവമായിട്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ എന്താ പറയുക, പുതിയാപ്പിളവർക്കെല്ലാം ചായക്ക് കൊടുക്കുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പം മൈദയും ചേർത്ത് നമുക്ക് നല്ലപോലെ മാവ് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടപ്പത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന ടൈമിന് ഉള്ള ഒരു കുറച്ച് റെസ്റ്റിൽ മാത്രം. നേരത്തെ മാവ് കുഴക്കാനെടുത്ത ഒരു മുട്ടേൻ്റെ പകുതി ഉണ്ട്, അതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്, ഇനി അടുത്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ മുട്ടപ്പത്തലാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. ഞാനിപ്പോൾ 2.5 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇട്ട് നോക്കാം, എന്നിട്ട് അതിന് ശേഷം എത്ര സ്പൂൺ ഇട്ടിട്ടുണ്ടെന്നുള്ളത് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. സ്പൂണ് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരളവുണ്ടാവും. ഇത് നല്ല പോലെ പഞ്ചസാരയും മുട്ടയും മിക്സ് ആവണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കണം. അതിലേക്ക് ഈ മുട്ടൻ്റെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാവ് പരത്താം. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് പരത്തുകയാണ് ചെയ്യുന്നത്.
ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെയാണിത്. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി നേരിയതായിട്ട് കനം കുറച്ച് പരത്തുന്നു. ഇപ്പോൾ നല്ലപോലെ ഇത് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് ഉള്ളത്. ഇത്ര കനം കുറച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാലെണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമുക്കിനി അടുത്ത ബോളും ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു മാവിൻ്റെ മേലെ കുറച്ച് പൊടി ഒന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു മാവ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മളിതിന് പല്ലെടുക്കുക എന്നാണ് പറയാം. നമ്മൾ കോഴിയടക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് പല്ലെടുക്കുക. ഇത് ശരിക്കും കാണിച്ചു തരാം. എനിക്കിത് ശരിക്കും പല്ലെടുക്കൽ അറിയില്ല, അതുകൊണ്ട് അതും ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യാം. ഇത് രണ്ടും ജോയിൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് എടുക്കാണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പൊടി കൂട്ടിയിട്ട് വേണം നമ്മൾ കൈ ജസ്റ്റ് പൊടിയിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പറ്റി പിടിക്കില്ല. ഇങ്ങനെ എടുത്ത് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് എടുക്കണ്ടില്ല, ഇതുപോലെ ഒരു ഗ്യാപ്പ് കൊടുക്കണം. നമ്മുടെ ആ മുട്ടൻ്റെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഓരോന്നും നമുക്ക് എടുക്കാം. ആദ്യം ഇതുപോലെ ഒരു ഇതെടുത്ത് അതിൻ്റെ മേലയിൽ ജസ്റ്റ് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു മാവും മേലെ വെച്ചിട്ട് ഇതുപോലെ പല്ലെടുക്കാം. എല്ലാം പല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ചിലതെല്ലാം വലിയ ആക്കിയിട്ടുണ്ട്, ചിലത് ചെറിയ ഇതിൽ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പല്ലെടുത്ത് വെച്ച മാവ് എടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ വേണം നമുക്ക് മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു കപ്പിൽ മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പാകുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിക്കാൻ നല്ല സുഖമായിരിക്കും. പതിയെ പുറത്തൊന്നും പോവാതെ നല്ല സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഏകദേശം ഒരു ഇത് ഫില്ലായി എന്ന് തോന്നുമ്പോൾ മതിയാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നേരത്തെ പല്ലെടുത്ത പോലെ ബാക്കിയും കൂടി പല്ലെടുത്ത് കൊടുക്കാം. അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഇതിങ്ങനെ ആക്കി വെക്കാൻ പറ്റില്ല. ഒന്നാക്കിയിട്ട് അടുത്തത് എണ്ണയിലിട്ട് പൊരിച്ചു കോരാനേ പറ്റും. അപ്പോൾ ഒരാൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടപ്പത്തിൽ പതിയെ ഈ ഓയിലിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മെല്ലനെ ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഓയിൽ ഒന്നിങ്ങനെ അതിൻ്റെ മേലയിലേക്ക് ഇതാക്കുക. നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെയല്ലേ ചെയ്യുക, അതുപോലെ ആക്കി കൊടുക്കാം. മുട്ടയൊക്കെ നല്ലപോലെ
കുക്കായി വരണം. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മുട്ടയൊക്കെ കുക്കായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ പൊങ്ങി വരുന്നത്. ഉള്ളിലുള്ള മുട്ട കുക്കായി വരുന്നതിൻ്റെ ഇതാണ് നമ്മുടെ മുട്ടപ്പത്തിൽ ഇതുപോലെ പൊങ്ങി വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതാക്കാം, ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ട മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതും ഇതുപോലെ പല്ലെടുത്ത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുട്ടപ്പത്തിലും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.